നീറ്റ് എക്സാം കഴിഞ്ഞു. പലർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും വേണ്ട രീതിയിൽ എക്സാം എഴുതാൻ പറ്റാത്ത, ഉദ്ദേശിച്ച മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ കുട്ടികൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മക്കളെ, വിജയങ്ങൾ കൈവരിച്ച മുഴുവൻ മനുഷ്യരുടെയും ജീവിതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാ സമയത്തും വിജയിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഒരു തവണയോ പല തവണയോ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവർക്കെല്ലാമുള്ള ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ആ പരാജയങ്ങളിൽ പതറിയിരിക്കാതെ വിജയിക്കാനുള്ള പുതിയ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്നവരായിരുന്നു. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയിക്കാനുള്ള പുതിയ സ്ട്രാറ്റജികൾ മെനയാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വർഷം നഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ എന്ത് നേടി എന്നതല്ലേ. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞൊരു വർഷം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആർജിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം മുമ്പുള്ള മനുഷ്യനെയല്ല നിങ്ങളിപ്പോൾ. വീടിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും കംഫേർട്ട് സോണിൽ ജീവിച്ചിരുന്ന നിങ്ങൾ ആ കംഫേർട്ട് സോണിനപ്പുറത്ത് സൗകര്യങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞൊരു വർഷം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. കോച്ചിങ് സെൻറ്ററുകളിലെ നിരന്തരമായ എക്സാമുകൾക്കിടയിലൂടെ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ജീവിതത്തിൽ ഓരോ തവണയും ഇനി കടന്നു വരുന്ന സ്ട്രെസ്സുകളെ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാനുള്ള ആർജവം നിങ്ങൾ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നേടിയിട്ടുണ്ട്. ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മറ്റെല്ലാ സുഖങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, മറ്റെല്ലാ ആഘോഷങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മാനസിക നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതൊന്നും ജീവിതത്തിൽ ചെറിയ കാര്യമല്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ തവണയും നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വലിയ ട്രെയിനിങ് ആണ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് എ സ്മോൾ ബ്രേക്ക്, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ആൻഡ് ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ ഫീൽഡിൽ തന്നെ തുടരണോ, അതോ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട മറ്റേതെങ്കിലും മേഖലയിലേക്ക് ഞാൻ പോകണമെന്നുള്ളത്. നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. നിങ്ങൾ നിങ്ങളോട് മാത്രം ചോദിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഇതിൽ തന്നെ തുടരാനാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു MBBS സീറ്റ് എന്ന സ്വപ്നമായിട്ടാണ് ഇരുന്നതെങ്കിൽ ഇപ്രാവശ്യം അതല്ല, നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒന്നാമനോ രണ്ടാമനോ ഒക്കെ ആവാൻ ഉറപ്പായിട്ടും പറ്റണം. നിങ്ങളെ കൊണ്ട് പറ്റും. അതിനുവേണ്ടി കഴിഞ്ഞ വർഷം നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, ആ പ്രശ്നങ്ങൾ മുഴുവൻ തിരിച്ചറിയുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ സ്ട്രാറ്റജികൾ, പുതിയ രീതികൾ നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ആ പഠനം നമുക്ക് അറ്റ് ഏർലിയസ്റ്റ് പോയിൻ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വർഷം ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനം വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ MBBS തന്നെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷം എന്നൊന്നും പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഡ്യൂറേഷനേ അല്ല. ഇപ്പോൾ എൻ്റെ കൂടെ MBBS കഴിഞ്ഞവർ, എൻ്റെ സീനിയർ ബാച്ചിൽ MBBS കഴിഞ്ഞവരൊക്കെ 2-3 വർഷമൊക്കെ ആയി മറ്റൊന്നും ചെയ്യാതെ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷേ അതിൽ പലർക്കും ഒരു വർഷം കൊണ്ട് തന്നെ PG എൻട്രൻസ് കിട്ടിയവരുണ്ട്. പലർക്കും MBBS കഴിഞ്ഞ ഉടനെ PG എൻട്രൻസ് കിട്ടിയവരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത ആളുകൾ നിങ്ങളെക്കാൾ ഒരു വർഷം മുമ്പ് അവർ MBBSന് കയറിയിട്ടുണ്ടാകും. പക്ഷേ MBBSന് ശേഷം അവരെക്കാൾ ഒരു വർഷം മുമ്പോ അതിലധികമോ മുൻപ് PG എൻട്രൻസ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ടൈം സ്കെയിലും അവരുടെ ടൈം സ്കെയിലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. ഒരുപക്ഷെ നമ്മുടെ സമയമായിട്ടുണ്ടാവില്ല. ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലെ സീറ്റ് കിട്ടുന്നതിൽ നിന്ന് അതിനേക്കാൾ എത്രയോ നല്ലത് അടുത്ത വർഷം ഇന്ത്യയിലെ ഒന്നാമനായിട്ട് എയിംസിലോ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ എത്തിപ്പെടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ഓൾവേസ് ബിലീവ് ഇൻ ഗുഡ്. നമുക്ക് നന്മ വരാനുണ്ട്. ഇപ്രാവശ്യം നമുക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കെന്തോ നല്ലത് കിട്ടാനുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. അടുത്ത വർഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്യാമ്പസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബൈ.